ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന് ഫുഡുമായി റൂമിലേക്ക് പോകുന്ന പപ്പിമോളെ നോക്കി ശ്യാമ നിൽക്കുന്നു. വിഷ്ണു പപ്പിമോള് ഫുഡുമായി വരുമ്പോ എന്താണ് പറയുന്നത് എന്നറിയാനായി ശ്യാമയും മുകളിലേക്ക് എത്തി. ആ സമയത്ത് പപ്പി ഭക്ഷണവുമായി വിഷ്ണുവിന്റെ റൂമിലേക്ക് ചെന്നതും വിഷ്ണുവിനോട് വിഷ്ണു വെച്ച ദാ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, എനിക്ക് വേണ്ട മോളെ. അത് കേട്ടതും പപ്പി വിഷ്ണുവിനെ നിർബന്ധിച്ചു. അതെങ്ങനെ ശരിയാവും വിഷ്ണു വെച്ച, വിഷ്ണു വെച്ച ഫുഡ് കഴിക്കേ, ഇല്ലെങ്കിൽ പനി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എനിക്ക് വിശപ്പില്ല മോളെ. അത് കേട്ട ഉടനെ പപ്പിമോള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ഫുഡ് വേണ്ട. വിഷ്ണു അച്ഛൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ എനിക്കും പനി വന്നോട്ടെ, എന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കോട്ടെ എന്ന് പപ്പി പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് പപ്പിമോള് പറഞ്ഞു, വിഷ്ണു അച്ഛന് പനി വന്ന ഹോസ്പിറ്റലാകുമ്പോ എനിക്ക് സങ്കടമാവില്ലേ, ഞാനും കരയും. അതുകൊണ്ട് എനിക്കും പനി വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ പപ്പിയോട് വിഷ്ണു പറഞ്ഞു, അത് വേണ്ട, വിഷ്ണു അച്ഛന് സങ്കടാവും. അതുകൊണ്ട് വിഷ്ണു അച്ഛൻ ഫുഡ് കഴിച്ചോളാം എന്ന് വിഷ്ണു സമ്മതിക്കുന്നു. അങ്ങനെ വിഷ്ണുവിനെ കൊണ്ട് പപ്പിമോള് ഫുഡ് കഴിപ്പിക്കുന്നത് ശ്യാമ അപ്പുറത്തു നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ പപ്പിമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ശ്യാമ ഇരിക്കുമ്പോ സത്യഭാമ വീടെല്ലായിടത്തും ആരെയോ അന്വേഷിച്ചിട്ട് അവിടെയെങ്ങും കാണാത്തതിന്റെ ടെൻഷനിൽ സത്യാമ്മ താഴേക്ക് ഓടിയെത്തി. പൊന്നി പൊന്നി എന്ന് വിളിച്ചുകൊണ്ട് സത്യാമ്മ അവിടേക്ക് വരുമ്പോ കിച്ചണിലായിരുന്ന പൊന്നി ഹാളിലേക്ക് എത്തി. അപ്പോ സത്യഭാമ താഴേക്ക് എത്തി ചോദിച്ചു, ആരെങ്കിലും പറ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ, പറയൂ എന്ന് പറഞ്ഞ് സത്യമ്മ ബഹളം വെച്ചു. ഉടനെ പൊന്നിയും ശ്യാമയും ആകെ ടെൻഷനോടെ ചോദിച്ചു, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു. സത്യാമ്മ ബഹളം വെച്ചതും ശ്യാമ ചോദിച്ചു, ആരെ സത്യാമ്മേ എന്ന് ചോദിച്ചതും രാഘവേട്ടനെ എന്ന് സത്യഭാമ പറഞ്ഞു. അച്ഛനോ, അച്ഛനെന്തു പറ്റി എന്ന് ശ്യാമ ആശങ്കയോട് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, രാഘവേട്ടനെ ഈ വീട്ടിൽ എല്ലായിടത്തും ഞാൻ തിരയുകയായിരുന്നു. ഇനി ഇവിടെ ഒരിടവും ബാക്കിയില്ല. ഇത്രയും നേരമായിട്ടും കണ്ടതുമില്ല. എവിടെ പോയെന്ന് എനിക്ക് അറിയത്തുമില്ല. എന്താ സംഭവിച്ചത്? രാഘവേട്ടൻ എങ്ങോട്ട് പോയി? ആകെ വയ്യാതിരിക്കുന്ന ആളാണ്. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ സത്യാമ്മ ആശങ്കപ്പെടുമ്പോ പുറത്തു നിന്ന് അകത്തേക്ക് വന്ന പിള്ളാച്ചൻ ആ കാഴ്ച കണ്ടു. ഉടനെ സത്യാമ്മ ആശങ്കയോട് ചോദിച്ചു, പിള്ളാച്ചൻ കണ്ടോ രാഘവേട്ടനെ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല സത്യാമ്മേ, ഞാനിപ്പോ ഇങ്ങനെ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പപ്പിമോള് പിള്ളാച്ചനെ നോക്കി ഗുഡ് എന്ന രീതിയിൽ കൈ ഉയർത്തി തമ്പ് ഇംപ്രഷൻ കാണിക്കുന്നു. ഇതുപോലെ തന്നെ അതുവഴി ആശങ്കയോടെ സത്യാമ്മ കിച്ചണിലേക്ക് പോകുമ്പോ പപ്പിയെ നോക്കി പപ്പി പൊന്നിയെ നോക്കി അതുപോലെ തന്നെ കാണിച്ചു. പിന്നീട് ശ്യാമയെ നോക്കി പപ്പിമോള് അവരുടെ പദ്ധതി വിജയിക്കുന്നു എന്നതിന്റെ സന്തോഷത്തിൽ തമ്പ് ഇംപ്രഷൻ കാണിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യാമ്മ കിച്ചണിലെല്ലാം പോയി അവിടെ എല്ലായിടത്തും രാഘവൻ നായരെ അന്വേഷിച്ചിട്ട് ആകെ ടെൻഷനോടെ വാതിക്കലേക്ക് എത്തി. ഈ രാഘവേട്ടനത് എങ്ങോട്ട് പോയതാ? എത്ര നേരമായി ഞാൻ അന്വേഷിക്കുന്നു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, സത്യാമ്മേ, അച്ഛനെ അറിയണമെങ്കിൽ എവിടെ പോയെന്നറിയാൻ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ, ഒന്ന് വിളിച്ചു നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ പറഞ്ഞു, അയ്യോ അത് ശരിയാ, ഫോൺ വിളിച്ചാൽ എടുക്കുമായിരിക്കുമല്ലോ. പൊന്നി നീ ചെന്ന് എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശ്യാമ സത്യാമ്മയോട് പറഞ്ഞു, അല്ല സത്യാമ്മേ, ഫോൺ വിളിച്ചു നോക്കിയാ അച്ഛൻ ഫോൺ എടുക്കുമല്ലോ, അതുകൊണ്ട് സത്യാമ്മ ഒന്ന് വിളിച്ചു നോക്ക എന്ന് പറഞ്ഞപ്പോ പപ്പിമോള് മനസ്സിൽ പറഞ്ഞു, കൊള്ളാം, അമ്മ നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഇങ്ങനെ പപ്പിമോള് ശ്യാമയെ നോക്കി അറിയിച്ചു. ഈ സമയത്ത് പൊന്നി വേഗം സത്യാമ്മയുടെ ഫോൺ എടുക്കാനായി റൂമിലേക്ക് ഓടിപ്പോയി. പൊന്നി ഫോൺ എടുത്തുകൊണ്ട് വന്നത് സത്യാമ്മ വീണ്ടും വിളിച്ചു, ഒന്ന് വേഗം എടുത്തിട്ട് വാ ഫോൺ. അപ്പോഴേക്കും സത്യാമ്മയുടെ ഫോണുമായിട്ട് വേഗം തന്നെ ശ്യാമ അവിടേക്ക് മടങ്ങിയെത്തി. ശ്യാമ സത്യാമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. സത്യഭാമ ഉടനെ തന്നെ രാഘവൻ നായരുടെ ഫോണിലേക്ക് വിളിച്ചു. ഇതെല്ലാം കണ്ട് പപ്പിമോള് കൊള്ളാമെന്നുള്ള രീതിയിൽ ശ്യാമയെ നോക്കി തമ്പ് ഇംപ്രഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് സത്യാമ്മ രാഘവൻ നായരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലല്ലോ മോളെ, എൻഗേജഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ശ്യാമ പറഞ്ഞു, എന്നാ ഒന്നുകൂടി ഒന്ന് അമ്മ വിളിച്ചു നോക്കിയേ, ഇനി മറ്റാരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുമ്പോ കോള് വെയിറ്റിംഗ് കാണിക്കുമല്ലോ, അപ്പൊ പിന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട് വിളിച്ചോളും എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ വീണ്ടും വിളിച്ചു നോക്കി. അപ്പോഴും അതുപോലെ തന്നെ ആര് കോളിലാണ് എന്നായിരുന്നു മറുപടി വന്നുകൊണ്ടിരുന്നത്. അത് കേട്ട ഉടനെ സത്യാമ്മയ്ക്ക് ആകെ ടെൻഷനായി. അല്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, മറ്റേതോ കോളിലാണെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ഇനി ചിലപ്പം സത്യാമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, സത്യാമ്മ വിളിച്ച കോള് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോ സത്യാമ്മയുടെ ഫോണും ബിസിയാണെന്നല്ലേ പറഞ്ഞത് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമയോട് സത്യഭാമ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നീ പറഞ്ഞാൽ എങ്ങനെയാ ശ്യാമേ, ഇനിയിപ്പോ കാല് പോലും വയ്യാത്ത ആളാണ്, ഇനി എവിടെയെങ്കിലും വീണിട്ടുണ്ടാവോ, അതോ ഇനി ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റോ ആയിരിക്കുമോ, ഇനിയോ അതും അല്ലെങ്കിൽ
വീഴുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് ഫോൺ എവിടെയെങ്കിലും തെറിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഇനി അതല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ആ ഫോൺ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, എന്തായാലും പിള്ളച്ച നമുക്ക് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കാം. പിള്ളച്ചൻ ഇറങ്ങ്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സത്യമ്മ പോകാനായി തയ്യാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും രോഹിത്തും ഒപ്പം രാഘവൻ നായരും കൂടി അകത്തേക്ക് കയറി വരുന്നു. ദാ വരുന്നുണ്ടല്ലോ എന്ന് പിള്ളേച്ചൻ പറഞ്ഞതും സത്യാമ്മ ആശങ്കയോടെ നോക്കി. അപ്പോഴേക്കും രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രോഹിത്ത് അകത്തേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടു. രോഹിത്ത് രാഘവൻ നായരെ അവിടെ കൊണ്ടിരുത്തിയതും പപ്പിമോള് ഈ ഒരു പദ്ധതി വിജയിക്കുമെന്ന രീതിയിൽ അച്ഛനെ നോക്കി തമ്പ് ഇംപ്രഷൻ കാണിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് രോഹിത്തിനോട് സത്യഭാമ ദേഷ്യപ്പെട്ടത്. രോഹിത്തെ, നീ എവിടെ കൊണ്ടുപോയതായിരുന്നു അച്ഛനെ? അച്ഛനുമായിട്ട് നീ എവിടെ പോയതാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അത് പിന്നെ സത്യമേ, നമ്മളോട് വൈദ്യര് പറഞ്ഞിരുന്നല്ലോ രാവിലത്തെ ഈ പ്രഭാത പ്രഭാത സൂര്യന്റെ വെയിലേൽക്കുന്നത് നന്നായിരിക്കുമെന്നും പ്രഭാതത്തിൽ അല്പം നടക്കുന്നതൊക്കെ നല്ലതാണെന്നും ഒക്കെ അന്ന് വൈദ്യര് പറഞ്ഞതായിരുന്നില്ലേ എന്ന് രോഹിത്ത് അറിയിച്ചു. അതുകൊണ്ട് ഞാൻ അച്ഛനെയും കൊണ്ടൊന്ന് നടക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സത്യാമ്മ ആകെ ദേഷ്യത്തിലായി. ആഹാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ രോഹിത്തെ എന്ന് ചോദിച്ച് സത്യാമ്മ ദേഷ്യപ്പെട്ടു. ചുമ്മാ രാവിലെ ഞാൻ ഇത്രയും നേരത്തിനിടെ എന്ത് തീ തിന്നെന്നറിയാമോ? ശരിക്കും ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു. എനിക്ക് ടെൻഷൻ കൂടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് സത്യാമ്മ ദേഷ്യപ്പെട്ടു. ഈ ഒരു കുറച്ചു സമയത്തിനുള്ളിൽ എത്ര യുഗങ്ങളാണ് കടന്നു പോയതെന്നറിയാവോ? എത്ര വർഷങ്ങളുടെ വേദനയാണ് ഞാൻ സഹിച്ചെന്നറിയാവോ എന്ന് സത്യമ്മ ദേഷ്യത്തോടെ രാഘവൻ നായരെ നോക്കി ഇങ്ങനെ പറയുമ്പോ രാഘവൻ നായർ ഭാമേ എന്ന് വിളിച്ചു. ഈ സമയത്ത് പപ്പിമോൾ ആലോചിച്ചു, ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ ഇടപെടണമെന്ന് സത്യ പറഞ്ഞ സമയം ഇത് തന്നെയാണ്. ഇപ്പൊ തന്നെ വേണം കാര്യങ്ങൾ ചോദിക്കാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് പപ്പിമോളി ചോദിച്ചു, സത്യാമ്മ പറഞ്ഞല്ലോ കുറച്ചു നേരത്തേക്ക് അച്ഛനെ കാണാതായപ്പോ സത്യാമ്മയ്ക്ക് വല്ലാത്ത വേദന ഉണ്ടായെന്ന്. സത്യാമ്മ ഒത്തിരി സങ്കടപ്പെട്ടുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ സത്യാമ്മയ്ക്ക് ഇത്രയും സങ്കടം ഉണ്ടായെങ്കിൽ അച്ഛമ്മയുടെ ഇതേ സങ്കടം തന്നെ വിഷ്ണുവച്ചന് കാണുമല്ലോ. 6 വർഷമായില്ലേ വിഷ്ണുവച്ചൻ ചേച്ചിയമ്മയെ കാണാതിരിക്കുന്നു. അപ്പോ വിഷ്ണുവച്ചന് എത്രത്തോളം വേദനയും സങ്കടവും ഉണ്ടാവും അച്ഛമ്മ അതെന്താ മനസ്സിലാക്കാത്തത്? വിഷ്ണുവച്ചനും ഇല്ലേ അച്ഛമ്മയെ പോലെ തന്നെ ഹൃദയവും സങ്കടവും മനസ്സും ഒക്കെ. എന്നിട്ട് അച്ഛമ്മ എന്താ വിഷ്ണുവച്ചന്റെ സങ്കടം മനസ്സിലാക്കാത്തത് എന്ന് പപ്പി ചോദിക്കുന്നത് കേട്ട് രാഘവൻ നായർ പറഞ്ഞു, ഭാമേ കേൾക്ക്, മോളുടെ ചോദ്യത്തിന് മറുപടി പറ ഭാമേ എന്ന് രാഘവൻ നായർ പറയുമ്പോ സത്യഭാമ പപ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുട്ടികളുടേതായ കാര്യങ്ങളാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യവും ഹോംവർക്കിന്റെ കാര്യവും ഒക്കെയാണ് കുട്ടികൾ ആലോചിക്കേണ്ടത്. മുതിർന്നവരുടെ കാര്യത്തിൽ കുട്ടികൾ അഭിപ്രായം പറയുകയോ ഇടപെടുകയോ വേണ്ട എന്ന് ചോദിച്ചതും രോഹിത് ചോദിച്ചു, ശരി സത്യാമ്മേ, ഞങ്ങൾ മുതിർന്നതല്ലേ, ഞാൻ ചോദിക്കട്ടെ? സത്യാമ്മ ഒരു വാക്ക് പറഞ്ഞാ മതി. എത്ര വർഷമായി ഈ വനവാസം? 6 വർഷം കഴിഞ്ഞില്ലേ, ഇനിയും തുടരണോ ഈ ശിക്ഷ? ഇത് പോരെ സത്യാമ്മേ? സത്യാമ്മ ഒരു വാക്ക് പറഞ്ഞാ മതി. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും ശാലിനിയെ ഇവിടെ. സത്യാമ്മ ഒരു വാക്ക് പറയണം എന്ന് രോഹിത് പറയുമ്പോ ശ്യാമ മനസ്സിൽ പറഞ്ഞു, രോഹിത്തെ അങ്ങനെ അധികം ദൂരേക്കൊന്നും പോകണ്ട. ഒരു വാക്ക് സത്യാമ്മയുടെ നാവിൽ നിന്ന് കേട്ടാൽ ഈ നിമിഷം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം എന്റെ കുഞ്ഞേച്ചി എവിടെയുണ്ട് എന്ന് ഞാൻ കാട്ടിത്തരാം. അല്ലാതെ സത്യാമ്മ നോയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാൻ അതിന് മുതിരില്ല. കാരണം എനിക്ക് പേടിയാണ് രോഹിത്. പപ്പിമോളെയും രോഹിത്തിനെയും ഒക്കെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പേടിയാണ് എന്ന് ശ്യാമ മനസ്സിൽ അങ്ങനെ പറയുന്നു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, സത്യാമ്മ ഒരു വാക്ക്, ഒരു സമ്മതം മാത്രം കേട്ടാൽ മതി. ഞാൻ ഈ നിമിഷം ശാലിനിയെ അന്വേഷിക്കാനായി പുറപ്പെടാം എന്ന് സത്യഭാമയുടെ രോഹിത് പറയുമ്പോ ഉടനെ രാഘവൻ നായർ ചോദിച്ചു, ഭാമേ ഇനിയെങ്കിലും നിന്റെ ഈ വാശിയും വൈരാഗ്യവും അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പൊ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച ഈ പിഞ്ചു കുട്ടിക്ക് പോലും അറിയില്ല, ആ കുഞ്ഞു പോലും കണ്ടിട്ടില്ല ആ ചേച്ചിയമ്മ എന്ന് പറയുന്ന ആളെ. അങ്ങനെയുള്ളപ്പോ അവൾക്ക് വേണ്ടി ഞാൻ വിധിച്ച വിധി അത് എപ്പോഴും ശരി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ശാലിനിക്കെതിരെ ഞാൻ എടുത്ത തീരുമാനം അത് ശരി തന്നെയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് എന്ന് സത്യഭാമ അറിയിച്ചു. അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇനി ഒരു വിധി തീർപ്പില്ല, ഇത് വിധി എഴുതി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് സത്യഭാമ
ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോ പപ്പിമോള് ചോദിച്ചു, അതെന്താ സത്യാമ്മേ, വിഷ്ണുവച്ചനും മനസ്സില്ലേ, വിഷ്ണുവച്ചന്റെ സങ്കടം അതെന്താ അറിയാത്തത്, വിഷ്ണുവച്ചന്റെ മനസ്സിന്റെ സങ്കടം സത്യാമ്മ അച്ഛമ്മ എന്താ മനസ്സിലാക്കാത്തത് എന്ന് പപ്പിമോള് ചോദിച്ചതും പെട്ടെന്ന് സത്യഭാമ ചാടി വീണു. പിഞ്ചു കുഞ്ഞുങ്ങള് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്, മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുൻപ് വിവാഹാലോചനയും ഒന്നു ചേർക്കലും ഒക്കെയാണ് കുട്ടിയുടെ ഇപ്പോഴത്തെ ചിന്താഗതികൾ അല്ലെ എന്ന് ചോദിച്ച് സത്യഭാമ തട്ടിക്കയറുമ്പോ ഉടനെ രാഘവനാർ വിളിച്ചു, ഭാമേ, നീ എന്തിനാ ആ കൊച്ചുകുട്ടിയോട് ഇങ്ങനെ ചൂടാവുന്നത് എന്ന് പറഞ്ഞത്. സത്യഭാമ പറഞ്ഞു, അതെ, കൊച്ചുകുട്ടിയാണെങ്കിലേ കൊച്ചുകുട്ടിയുടേതായ നിലയിൽ നിൽക്കണം, അല്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ എടുത്ത തീരുമാനത്തെ കുറിച്ച് അത് ശരിയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതായിരുന്നു ശരിയും. ഇനി ശാലിനിയുടെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതോടെ ഞാൻ ആ ഒരു തീരുമാനം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇനി ആരും അതിനെ ചൊല്ലി ഒരു സംസാരം ഇവിടെ നടത്തേണ്ട. അപ്പോഴേക്കും രോഹിത് രാഘവനാരെ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോ സത്യഭാമ രോഹിത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നോട് കൂടിയാടാ പറഞ്ഞത്, കേട്ടോ നീ എന്ന് രോഹിത്തിനോട് ചോദിച്ചു. രോഹിത്തും ആകെ വിഷമത്തിലായി. ഈ സമയത്ത് വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുമ്പോ വിഷ്ണു പാതി വഴിയിൽ എത്തിയപ്പോഴാണ് അവിടെ ഇത്തരം സംസാരങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് വിഷ്ണു ആകെ വേദനയോടെ അങ്ങനെ ആ വാക്കുകളെല്ലാം കേട്ട് സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും രാഘവൻ നായർ പപ്പിമോളെ അരികിലേക്ക് വിളിപ്പിച്ചു. മോൾക്ക് വിഷമമായോടാ എന്ന് ചോദിച്ചതും ഇല്ല ഇല്ല അച്ഛൻ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വിഷ്ണു അച്ഛന്റെ സങ്കടം മാറ്റാനാണ്. വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയെ എത്രയും വേഗം വിഷ്ണു അച്ഛന്റെ അരികിലേക്ക് കൊണ്ടുവരണ്ടേ അച്ഛച്ചേ എന്ന് പപ്പിമോളെ ചോദിക്കുന്നത് കേട്ട് വളരെ സ്നേഹത്തോടെ പപ്പിമോളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു രാഘവൻ നായർ. രാഘവൻ നായർ കുഞ്ഞിനെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ കുടുംബ ചിത്രത്തിലെ ശാലിനിയുടെ മറച്ചു വെച്ചിരിക്കുന്ന ആ മുഖത്തിലേക്ക് നോക്കി രാഘവൻ നായർ വേദനയോടെ നോക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ തിരിച്ചെത്തിയ വിഷ്ണു സത്യമ്മ പറഞ്ഞ വാക്കുകൾ ഓരോന്നും ആലോചിച്ചു. ആകെ വിഷമത്തോടെ സത്യഭാമയുടെ തീരുമാനത്തെ കുറിച്ച് ഓർത്ത് വിഷ്ണു ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി ഓഫീസിലെത്തിയതും വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി വിഷ്ണു ആകെ വേദനയോടെ അവിടെ കഴിയുന്നതിന്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് ശാലിനിയും ആകെ സങ്കടപ്പെടുന്നു. അതിനുശേഷം നേരം വളരെ വൈകി കഴിഞ്ഞതും വിഷ്ണു സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് റൂമിൽ അങ്ങനെ നടക്കുമ്പോഴാണ് സത്യഭാമ അവിടേക്ക് എത്തിയത്. സത്യഭാമ റൂമിന് വാതിക്കൽ എത്തിയിട്ട് ബിജു ആ പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇപ്പൊ തന്നെ മൊബൈലിലേക്ക് അയച്ചേക്ക് കേട്ടോ എന്നറിയിച്ചു. അത് കേട്ട് വിഷ്ണു നോക്കുമ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിന്റെ റൂമിലേക്ക് കയറി വന്നു. ഇപ്പൊ തന്നെ ഇട്ടേക്ക് വിഷ്ണു, അറിയാവല്ലോ സത്യഭാമയുടെ മകന് വേണ്ടിയുള്ള ആലോചനയാണ്, അതുകൊണ്ട് ഏത് തരക്കാരായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതിൽ സെലക്ട് ചെയ്തത് ഏതൊക്കെയാണെന്നാ അത് ഞാൻ തിരിച്ചയച്ചോളാം എന്ന് സത്യഭാമ ആ ബ്രോക്കറോട് അറിയിച്ചു. ഇത് കേട്ടുകൊണ്ട് വിഷ്ണു ചോദിച്ചു, അമ്മ എന്താ മാരേജ് ബ്യൂറോ തുടങ്ങാൻ പോവുകയാണോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, എന്റെ മോന് വേണ്ടി ആലോചന നടത്താനാണ് എന്ന് പറഞ്ഞത് വിഷ്ണു ആകെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. ഞാൻ സമാധാനത്തോടെ റൂമിൽ ഇരിക്കാൻ വേണ്ടി വന്നതാണ്, ഇവിടെയും സമാധാനം തരില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു വേഗം ചാടി എഴുന്നേറ്റതും സത്യഭാമ വിഷ്ണുവിനെ പിടിച്ചു നിർത്തി. എടാ മോനെ, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് എന്താ ഈ സമാധാനക്കേട്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്റെ ആ പഴയ ചുറുചുറുക്കും ആ തന്റെടവും സന്തോഷവും ഒക്കെ എവിടെ പോയടാ? എനിക്ക് ആ പഴയ വിഷ്ണുവിനെയാ വേണ്ടത്. നിന്റെ ജീവിതം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ നിനക്കൊരു കൂട്ട് വേണം. നിനക്ക് എത്രയും വേഗം ഒരു കൂട്ടുണ്ടായേ തീരൂ. കൊച്ചുകുട്ടികൾ പോലും ഈ സത്യഭാമയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന് എല്ലാത്തിനും ഒരു മറുപടിയായി നിന്റെ വിവാഹം എനിക്ക് നടത്തിയേ തീരൂ എന്ന് സത്യഭാമ പറയുമ്പോ വിഷ്ണു പറഞ്ഞു, അമ്മേ, ഇനി ഒരു അംഗത്തെ കൂടി ഈ വീട്ടിൽ കൂടുതലായി കൊണ്ടുവരാം എന്നത് മാത്രമാണ് അമ്മ എനിക്ക് വേണ്ടി ഒരു വിവാഹാലോചന കൂടി നടത്തുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. അല്ലാതെ വേറൊരു മാറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ വിഷ്ണു അന്നും അതുപോലെ തന്നെയായിരിക്കും. ഈ ഒരു സ്വഭാവത്തിലും ഈ ഒരു രൂപത്തിലും ഒരിക്കലും ഒരു മാറ്റം വരാൻ പോകുന്നില്ലമ്മേ എന്ന് വിഷ്ണു സത്യഭാമയോട് പറഞ്ഞു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും നിനക്ക് എന്നും ഞാൻ നിന്റെ മുന്നിൽ വലിയ തെറ്റുകൾ ചെയ്ത ഒരാളെ പോലെയാണല്ലോ നീ സംസാരിക്കാറുള്ളത്. നിന്റെ സന്തോഷവും സമാധാനവും മാത്രമല്ലേ ഞാൻ ആഗ്രഹിച്ചത് എന്ന്
സത്യഭാമ പറയുമ്പോ വിഷ്ണു പറഞ്ഞു, എന്റെ സന്തോഷം, എന്റെ സമാധാനം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിച്ചു തുടങ്ങിയതും സത്യഭാമ പറഞ്ഞു, മതി, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. ഇതെല്ലാം നിന്റെ ശാലിനിയാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? നീ എപ്പോഴും അത് തന്നെയാണല്ലോ പറയുന്നത്. നിനക്ക് ശാലിനിയെ മറക്കാനും കഴിയില്ല എന്ന് അല്ലേ എന്ന് സത്യഭാമ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ അമ്മേ, ശാലിനി അമ്മയുടെ മരുമകളാണ്, എന്റെ ഭാര്യയാണ്, അതമ്മ മറക്കരുത്. അങ്ങനെ പെട്ടെന്ന് അടർത്തി മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമല്ലമ്മേത് എന്ന് വിഷ്ണു സത്യഭാമയോട് അറിയിച്ചതും സത്യഭാമ പറഞ്ഞു, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ എന്നൊക്കെയുള്ള ബന്ധങ്ങൾ അത് ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയുന്നതല്ല. അത് ഒരിക്കലും ആര് എത്ര പറഞ്ഞാലും നമ്മൾ അകറ്റി നിർത്താൻ ആഗ്രഹിച്ചാലും അങ്ങനെ അങ്ങ് അടർത്തി മാറ്റാനും കഴിയില്ല. നമ്മള് എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാൽ പോലും അങ്ങനെ ഇല്ലാതായി തീരുന്നതല്ല ആ ബന്ധം. എന്നാൽ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ബന്ധം അതൊരു കടലാസ് പേപ്പറിൽ ആ ഒരു പേപ്പർ കൊണ്ട് അവസാനിക്കുന്നതാണ് എന്നുള്ള കാര്യം എന്റെ പൊന്നുമോൻ മനസ്സിലാക്കുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു അത് കേട്ടതും അമ്മേ എന്ന് വിളിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നീയും ശാലിനിയും തമ്മിലുള്ള ബന്ധം അത് ഞാൻ അവസാനിപ്പിക്കും. ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതോടെ ആ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയും. അത് അവസാനിക്കുകയും ചെയ്യും. അതിന് തന്നെയാണ് എന്റെ തീരുമാനം എന്ന് വിഷ്ണുവിനോട് സത്യഭാമ അറിയിച്ചു. അത് കേട്ടതും വിഷ്ണു ആകെ വേദനയോടെ സത്യഭാമയെ നോക്കി. അമ്മ എന്താ ഈ പറയുന്നത് എന്ന് വിഷ്ണു ചോദിച്ചതും ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോ എന്നെ കുറ്റക്കാരിയാക്കുകയാണ്. പിഞ്ചുകുട്ടി വരെ ഇപ്പോ എന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ഞാനാണ് അകറ്റിയത് എന്ന് പറഞ്ഞു. എന്തിന്? എന്റെ ഭർത്താവ് പോലും നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ മുന്നിൽ നാടകം വരക്ക് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനാണല്ലോ എല്ലാത്തിനും വിലങ്ങുതടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് ഇനി ഞാൻ ഒരു കാരണവശാലും ഇതിനോട് എതിർപ്പ് കാട്ടുന്നില്ല. ഞാൻ സമ്മതം മൂടാത്തതിന്റെ പേരിലാണല്ലോ ശാലിനി ഇവിടേക്ക് വരാത്തത്. അതുകൊണ്ട് തന്നെ ശരി, ശാലിനിയെ നീ വിളിച്ചുകൊണ്ട് വന്നു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് അറിയിച്ചു. വിഷ്ണു സത്യഭാമയുടെ ആ വാക്ക് കേട്ടതും അതിശയത്തോടെ അമ്മ എന്ന് വിളിച്ച് വിഷ്ണു നോക്കിയതും സത്യഭാമ പറഞ്ഞു, അതെ, ഞാനായിട്ട് ഇനി അതിനൊരു എതിർപ്പ് പറയുന്നില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശാലിനിയെ നീ കൂട്ടിക്കൊണ്ടുപോവാ. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ, ഈ വരുന്ന അമാവാസി വരെ മാത്രമേ നിനക്ക് അതിനുള്ള അവസരമുള്ളൂ. അതിനു മുൻപ് ശാലിനി എവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്നാൽ ജീവിതകാലം മുഴുവൻ നിനക്ക് ശാലിനിയോടൊപ്പം ജീവിക്കാം. അതിന് ഞാൻ യാതൊരു എതിരും പറയില്ല. ഇനി മറിച്ച് ഈ അമാവാസി കഴിഞ്ഞാൽ, ഈ അമാവാസിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു, എനിക്കോ നിനക്കോ ശാലിനിയെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അമാവാസിക്ക് ശേഷം നീ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായി തീർന്നിരിക്കും എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു. എന്താ ഞാൻ ഈ പറഞ്ഞ നിബന്ധന, ഈ കണ്ടീഷൻ, അത് നീ തയ്യാറാണോ അതിന് എന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു. വിഷ്ണു ആകെ ഞെട്ടലോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ സത്യഭാമ ചോദിച്ചു, എന്താ നീ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് നിന്റെ ഭാര്യയെന്നും വലിയ സ്നേഹവും വലിയ അവകാശവും അതുപോലെ തന്നെ മനസ്സിൽ അത്രത്തോളം ആഴ്ന്നിറങ്ങിയ ബന്ധമാണെന്നുമൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത്? എന്നിട്ട് എന്തു പറ്റി? 15 ദിവസം മാത്രം, 15 ദിവസം പോരെ നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടെത്താൻ? എന്താ അതിലും കൂടുതൽ സമയം വേണോ ഇത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമുള്ള നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടെത്തുവാൻ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഞാൻ ഇതിന് എനിക്കിതിന് സമ്മതമാണ്. ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ 15 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ ശാലിനിയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് വിഷ്ണു സത്യഭാമയെ വെല്ലുവിളിച്ചു. അത് കേട്ടതും എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് എന്റെ ശാലിനിയെ കണ്ടെത്താൻ കഴിയുമെന്ന് എന്ന് വിഷ്ണു പറഞ്ഞതും സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു, ശരി, എനിക്കും അതേ ഉറപ്പും ആത്മവിശ്വാസവും ഉണ്ട് ഇത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് വെല്ലുവിളി ഉയർത്തി ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. വിഷ്ണു മറക്കണ്ട, ഈ അമാവാസി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അവസരം നിനക്ക് കിട്ടില്ല. ഇത് അവസാനത്തെ ചാൻസ് ആണ്. ശാലിനിയെ ഞാൻ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ അവസാനമായി പറയുന്ന ഒരു അവസരമാണിത്. ഇനി ഒരിക്കലും ശാലിനിയെ ഈ വീടിന്റെ മരുമകളായി പിന്നീട് ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഞാൻ സമ്മതിച്ചുകൊണ്ട് ശാലിനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റിയ ഒരവസരം, ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുന്നു.
സത്യഭാമ റൂമിൽ നിന്ന് പോയി കഴിയുമ്പോ വിഷ്ണു തന്റെ മാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വിഷ്ണു അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ശാരദാമ്മ ശാലിനിയുടെ മുന്നിലേക്ക് എത്തി ദേഷ്യപ്പെട്ടു. നീ അറിഞ്ഞോ കാര്യങ്ങള്? നിന്റെ ഭർത്താവിന് പുതിയ കല്യാണാലോചന നടത്തുകയാണ് സത്യാമ്മ. അത് മുടക്കാൻ നിന്റെ മകള് മുന്നിൽ നിൽക്കുന്നു. അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് നിന്റെ രണ്ടാമത്തെ മകളും. അവർ രണ്ടുപേരും അറിയുന്നില്ലല്ലോ അവരെ കാണാനും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതും അവരെ കണ്ടെത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും അവരെ കാണാനായി മോഹിക്കുകയും ചെയ്യുന്ന ആള് നീയാണെന്നുള്ള സത്യം അവരറിയുന്നില്ലല്ലോ. അല്ല, അവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. അവരുടെ രണ്ടുപേരുടെ അമ്മയും അവരെ കാണാൻ ആഗ്രഹിക്കുന്ന ആളും മുന്നിൽ നിൽക്കുന്ന നീ തന്നെയാണെന്നുള്ള സത്യം അവരാരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങനെ സംസാരിക്കുമ്പോ പെട്ടെന്ന് ശാലിനി ചാടി എഴുന്നേറ്റു. അമ്മ എന്താ ഈ പറയുന്നത്? സത്യം എങ്ങാനും കേട്ടാലോ? അമ്മ ഇത്രയും വർഷക്കാലം, ഈ 6 വർഷക്കാലം ഞാൻ എന്തിനാ ഇവിടെ നിന്ന് മാറി നിന്നത്? അമ്മ എന്തിനാ തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തത്? അതൊക്കെ വെറുതെ ആവില്ലേ? ഞാൻ പലവട്ടം അമ്മയോട് പറഞ്ഞതല്ലേ, പപ്പി എന്റെ മോളല്ല, പപ്പി ശ്യാമയുടെ മോളാണ് എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു. ശരി, സമ്മതിച്ചു, അക്കാര്യം പോയിക്കോട്ടെ. പക്ഷെ വിഷ്ണുവിന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ശാലിനി ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു. ശാരദാമ്മയെ ആ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, ഇത്രയും നാളും ഞാൻ എന്താ ചെയ്തത് അത് തന്നെ ഞാൻ ഇനിയും ചെയ്യും എന്ന് ശാലിനി മറുപടി നൽകിയതും ശാരദാമ്മ ചോദിച്ചു, അത് ശരി, അല്ല നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഇത്രയും വർഷക്കാലം ഞാൻ ആ തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്യാനായി പോയി, അതൊക്കെ എന്തിനായിരുന്നു മോളെ? എന്തിനാ ഇങ്ങനെയെല്ലാം മാറി നിൽക്കുന്നത്? നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതും നിന്നെ ഈ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് മാറി നിൽക്കുന്നതും അകന്നു നിന്ന് ഇങ്ങനെ ഇതെല്ലാം ചെയ്യാനുമൊക്കെയുള്ള കാരണം ആരാ? ആ സത്യാമ്മ തന്നെയല്ലേ എന്ന് ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ആ സത്യാമ്മ തന്നെയാണമ്മേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാനുള്ള കാരണവും എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ ശാരദാമ്മ പറഞ്ഞു, സത്യമാണ്, അതൊക്കെ സത്യമാ. പക്ഷെ നീ സത്യാമ്മയ്ക്കും കുടുംബത്തിനും ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുകയും ചെയ്തു. അവർക്ക് ഒത്തിരി ഉപകാരങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ നിന്നിലൂടെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന്, നീ അവർക്ക് ചെയ്തു കൊടുത്ത സഹായം ഏതെങ്കിലും ഒന്ന് അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അവർ അറിഞ്ഞിട്ടുണ്ടോ മോളെ? നീ ചെയ്തു കൊടുത്ത സഹായങ്ങൾ എന്തെങ്കിലും അവരുടെ ഭർത്താവിനോ മക്കൾക്കോ മറ്റ് ആർക്കെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതായിരുന്നോ മോളെ? നീ ചെയ്ത സഹായം എന്തേലും അവര് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ഇത്രയും നാളും നീ അവർക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയായിരുന്നു? അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനായി അവരുടെ മകളുടെ ഗർഭം നീ മറച്ചു വെച്ചു. ആ ഗർഭം ഒരു കാരണവശാലും ആ കുഞ്ഞിന് ഒരാപത്തും വരുതരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതം പോലും ബലി കഴിക്കാൻ നീ തയ്യാറായി. എന്തിന്? അവസാനം ആ കുഞ്ഞിന്റെ പ്രസവം വരെ നീ ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചത്? അവരെ ഒന്നിപ്പിക്കാൻ നീ കാരണമായി. അതിനുശേഷവും ആ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നീ തന്നെ പരിഹാരം കണ്ടെത്തി. എന്നിട്ടൊക്കെയോ അതൊക്കെ ആ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആക്കേണ്ടിയിരുന്ന ആ സത്യാമ്മയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവര് ഒന്നും അംഗീകരിക്കാനും തയ്യാറാകുന്നില്ല. അവര് അന്നും ഇന്നും എന്നും നിന്നെ ഒരു ശത്രുവായി മാത്രമാണ് കാണുന്നത്. നീ അവരുടെ ബദ്ധശത്രു എന്ന രീതിയിലാണ് അവരിപ്പോഴും പെരുമാറുന്നത്. എന്തിനേറെ പറയുന്നു, അവരുടെ മരുമകളുടെ കുഞ്ഞിനെ നഷ്ടമായെന്ന വേദനയിൽ എന്ന വാർത്തയറിഞ്ഞ് മരണത്തോട് മല്ലടിച്ചു കിടന്ന അവർക്ക് ആപത്തൊന്നും സംഭവിക്കരുത് എന്ന് കരുതി സ്വന്തം കുഞ്ഞിനെ നിന്റെ അനുജത്തിക്ക് നൽകാൻ തന്നെ നീ തീരുമാനിച്ചു. ഇത്രയൊക്കെ നീ ചെയ്തില്ലേ? എന്നിട്ടും അവരെ എന്തെങ്കിലും നിന്നെ മനസ്സിലാക്കുന്നുണ്ടോ? എന്നെങ്കിലും നിന്നെ അവർ തിരിച്ചറിയാൻ തയ്യാറാകുന്നുണ്ടോ? നിന്റെ ഈ 6 വർഷക്കാലത്തെ നിന്റെ ജീവിതം, നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് നീ ജീവിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ ഹോമിക്കുന്നത് എന്തിനാണ് മോളെ? അവര് ഇതൊന്നും അറിയാതെ വീണ്ടും വീണ്ടും നിന്റെ ജീവിതം എടുത്ത് അമ്മാനമാടുകയല്ലേ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു അവകാശവും അനുവാദവും ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് നീ പറഞ്ഞ ഈ സത്യാമ്മ തന്നെയല്ലേ എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു. ഇനിയും മോളെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുമ്പോ വിഷ്ണുവിനെ കൂടി നിനക്ക് നഷ്ടമാവാൻ പോവുകയാണ് എന്ന ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശാലിനി ആകെ വേദനയോടെ അങ്ങനെ നോക്കുന്നു.